അപ്പോൾ എന്നും എന്നും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബോളി. എപ്പോഴും തിരുവനന്തപുരത്ത് വരുമ്പോൾ മറക്കാതെ ഞാൻ വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു സാധനമാണ് ബോളി. ബോളി തന്നെ തിന്നിട്ട് തന്നെ നമ്മുടെ കിളി പോയി. അപ്പൊ ഇനി നമ്മൾ ഓരോ പായസമായിട്ട് ട്രൈ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പാൽപ്പായസം. അയ്യോ, ചുറ്റുള്ളവരൊക്കെ എന്നെ ഇപ്പൊ കൊതിപ്പിച്ച് ലെവലാക്കുന്നു. പായസം അല്പം കൂടിയാലും ബോളി ഒട്ടും കുറയണ്ടാന്ന്. ഒരു തുണ്ടും കൂടെ പായസം ഒഴിക്കണോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? എനിക്കും പ്രശ്നമില്ല, സന്തോഷമേ ഉള്ളൂ. സാധാരണ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ബോളിയും പായസമൊക്കെ ലാസ്റ്റ് അല്ലേ കഴിക്കുക. ഞാൻ തീരുമാനം പൂർണ്ണമായും മാറ്റി. നിങ്ങൾ ബോളിയും പായസം ഫസ്റ്റ് കഴിക്കുക, അല്ലെങ്കിൽ അത് മാത്രം കഴിക്കുക, സദ്യയുടെ കൂടെ കഴിക്കുകയേ ചെയ്യരുത്. കാരണം ഇതൊരു കംപ്ലീറ്റ് ഫുഡാണ്. ഇത് തന്നെ കഴിച്ച് വേറെ എല്ലാം കഴിച്ചതിന് ശേഷം വയറ് നിറഞ്ഞിട്ടല്ല കഴിക്കുക. വിശന്നിരിക്കും ഇത് മാത്രം കഴിച്ചാണ്ടല്ലോ, പിന്നെ വേറെ ഒന്നും വേണ്ട. ഒരു കാര്യം മറന്നുപോയി, ഒരു പായസം കൂടി എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. കടലപ്പരിപ്പ് പായസം അല്ലേ. അപ്പൊ അതേ കടലപ്പരിപ്പ് ഇങ്ങനെ ഇട്ട് ബോളീനെ ഇങ്ങനെ കുഴച്ച് ഇങ്ങനെ എടുക്കുക. കടലപ്പരിപ്പിലെ ആ ചെറിയ തേങ്ങാക്കൊത്തും കൂടി ഇങ്ങനെ എടുക്കുക. വെളുത്ത പായസം നമ്മൾ കഴിച്ചപ്പോ ബോളിയുടെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് വന്നത്. പക്ഷെ ചുമന്ന പായസം കഴിച്ചപ്പോ പായസത്തിന്റെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ്. കാരണം പായസത്തിന് അപ്പാര ടേസ്റ്റ്. അപ്പൊ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, നിങ്ങൾ ബോളി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പാൽ പായസം കൊണ്ട് കഴിക്കണം. എന്നാലാണ് ആ ബോളിയുടെ രുചി ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ കുറെ പേര് പറയും, അന്നമ്മേ രണ്ടാമതും മൂന്നാമതും നാലാമതും പായസം കുടിക്കാനും ബോളി തിന്നാനുള്ള സൂത്രപ്പണി അല്ലേ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഞാൻ പറയും, സത്യമായിട്ട് ഞാൻ നിരപരാധിയല്ലാന്ന്. അത് തന്നെയാണെന്ന് കാര്യം. കൊരങ്ങൻ അപ്പം പങ്കുവെച്ചൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ പായസം കുടിക്കുന്നത് പോലെയാണ്. ബോളി കൂടി അന്നാ പിന്നെ പായസം കുറച്ച്. അപ്പൊ പായസം കുടിച്ച് പോയോ, പായസം കുടിക്കുന്ന പിന്നെ ബോളിന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിരുവനന്തപുരം സദ്യ കഴിച്ച ഫീലാണ്. അപ്പൊ നമ്മളതേ തിരുവനന്തപുരത്തെത്തി. നമ്മുടെ ഒരു ചങ്കത്തിയാണ് കേട്ടോ. അംബീസ് കിച്ചൺ എന്നുള്ള പേരില് തിരുവനന്തപുരംകാരെ മാത്രമല്ല കേരളക്കരേനെ മൊത്തം കൊതിപ്പിച്ച് പണ്ടാരടക്കുന്ന രണ്ട് താരങ്ങളാണ് ഇവർ രണ്ടുപേരും. നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സ്വന്തം അഭിമാനമായിട്ടുള്ള ബോളിയും പായസവും. ബോളിയും പായസം എന്ന് പറഞ്ഞാലും സംഭവം എല്ലാ ഊണിന്റെ കറികളും ഇവര് കടയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിപ്സ്, വറവ് സാധനങ്ങള് ഒക്കെ ഉണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഭക്ഷണം വരുന്നത് ഏറ്റവും വൃത്തിയുള്ള സ്ഥലത്തുനിന്നും വൃത്തിയുള്ള കൈകളിൽ നിന്നാവണം എന്നുള്ളത്. ഇവരുടെ കിച്ചണിൽ ഇവര് രണ്ട് ഭാര്യയും ഭർത്താവുമാണ് വർഷങ്ങളായിട്ട് ഇവർ ഇത് ഫുള്ള് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതിനെ തോൽപ്പിക്കുന്ന രുചിയും വൃത്തിയുമാണ്. അപ്പൊ ഇത് നമ്മൾ കടലപ്പരിപ്പാണ് അല്ലേടാ ഉപയോഗിക്കണേ? കടലപ്പരിപ്പ് വേവിച്ചിട്ട് പഞ്ചസാര പാവ് ഉണ്ടാക്കിയിട്ട് അത് നല്ലോണം വരട്ടി എടുത്തിട്ട് അത് മിക്സി ഗ്രൈൻഡറിലിട്ട് അരച്ച് എടുത്തു. പണിയും നല്ല പണിയുണ്ട്. പ്രോസസ് ഒക്കെ ഇന്നലെ തുടങ്ങും. ബോളി ചെയ്യുന്നത് ഇന്ന് തന്നെ ചെയ്യും. 3 ദിവസം വരെ ഇരിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ കഴിക്കുന്ന ആ സോഫ്റ്റ്നെസ് പിന്നെ കഴിക്കുമ്പോ ഉണ്ടാവില്ല. കുറച്ച് ഹാർഡാവും. ശരിക്കും എന്താണ് സേമിയ പായസമാണോ പാൽ പായസം? നമ്മള് സ്ഥിരം പറയുന്ന ക്ലീശേ വാചകങ്ങളുണ്ട്, ഏതൊരു പുരുഷന്റെയും പുറകിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് തിരിച്ചാണ്. ഏതൊരു സ്ത്രീയുടെ പുറകിലും ഓരോ പുരുഷനും ഉണ്ട്. ഇവിടെ പുറകിലും മുന്നിലും ഇല്ല. ഇതേപോലെ നല്ല എന്താ പറയാ, രാമനും സീതയും പോലെ കാണാനും ഭയങ്കര രസമാണ് കേട്ടോ. മഹേഷിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നല്ല യോയോ യുക്കാണ്. ഇവള് നല്ല ഐശ്വര്യമുള്ള വീട്ടമ്മയും. അപ്പൊ ഇവര് രണ്ടുപേരും ഒരുമിച്ചാണ് പാചകവും കച്ചവടവും എല്ലാം. കച്ചവടം അല്ല, ശരിക്കും ഒരു ഉപാസന പോലെയാണ് ഇവര് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അംബീസ് കിച്ചന്റെ ആളിതാ. ഇതാണ്. എടാ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഇത് മൂത്താണ്. അപ്പൊ ഇവര് രണ്ട് മക്കളുമായിട്ട് ഇവര് ഭയങ്കര സന്തോഷത്തോടെയും സമാധാനത്തോടെയും പോകുന്നു. ഇതില് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു സംഭവം ഉണ്ട്. ഇവരിപ്പോ ഇനിയിപ്പോ ഇത് വരുവാണല്ലോ, പൊങ്കാല വരുവാണല്ലോ, ആറ്റുകാൽ പൊങ്കാല വരികയാണ്. ഇവര് കഴിഞ്ഞ വർഷം എത്ര ഗ്ലാസ് പായസമാണ് ഫ്രീ ആയിട്ട് കൊടുത്തത്? 10,000 ഗ്ലാസ് പായസമാണ് അംബീസ് കിച്ചൺ വഴി കൊടുത്തത്. അതായത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന എല്ലാ ഭക്തരും മനസ്സും ശരീരവും നിറച്ച് പ്രാർത്ഥനാ നിർഭരമായി തിരിച്ചു പോകുമ്പോ മധുരത്തിൽ പൊതിഞ്ഞ ഒരു സ്നേഹ സമ്മാനം. അപ്പൊ ഇത്തവണയുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ എവിടെയുള്ളത് ഷോപ്പ് എവിടെയാ? മണക്കാട് ജംഗ്ഷനിൽ. അപ്പൊ മണക്കാട് ജംഗ്ഷനിലുള്ള അംബീസ് കിച്ചണിൽ ഉറപ്പായിട്ടും പായസം ഉണ്ടാവും. വെറുതെ വന്ന് പായസം ഫ്രീ ആയിട്ട് വാങ്ങുന്നതിന്റെ കൂടെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മുറുക്കുകളും ചിപ്സുകളും എന്താ പറയാ നമ്മുടെ ബോളിയും പായസം ചീത്തയാവില്ലല്ലോ. എല്ലാം പരമാവധി ട്രൈ ചെയ്യുക. അന്നമൊന്നും വെറുതെ പറയാറില്ല. അപ്പോ എന്നെ ഈ വീഡിയോയിലേക്ക് എത്തിച്ച ആളാണിത്. നമ്മൾ ചാനലിൽ കൂടെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ഫർസാന എന്നെ ഒത്തിരി കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഫർസാനയോട് ഇന്ന ആവശ്യമാണ് പറഞ്ഞത്. ഫർസാന ആദ്യം കടയിൽ പോയി ഇവരെ കണ്ട്. ഇപ്പൊ ഇവര് വലിയ ചങ്കും അടയും ചക്കരയൊക്കെ ആയി. ഫർസാന എനിക്ക് കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വന്നത് കേട്ടോ. എന്താണെങ്കിലും ഇൻഷാ അള്ളാ അടുത്ത തവണ വരുമ്പം ഫർസാനയുടെ വീട്ടിൽ വന്നിട്ട് എന്താ പറയാ ബിരിയാണിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതായിരിക്കും. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിന്റെ എവിടെ ചെന്നാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ, സ്നേഹിക്കാൻ, സഹായിക്കാൻ ഒത്തിരി പേരുണ്ടാവും. അത് തന്നെയാണ് എൻ്റെ ഒരു അനുഗ്രഹം, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം, ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പൊ ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ തൽക്കാലം നിർത്തും നിങ്ങളുടെ സ്വന്തം അന്നമ്മ സൈനിക.